السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ തിൽമീദത്തുകളെ ഖുർആൻ പഠിതാക്കളെ, തജ്വീദിൻ്റെ അഹ്കാമു നൂൻ സാക്കിന വ തൻവീൻ എന്ന ഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ നാം മനസ്സിലാക്കിയിരുന്നു. ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അത് ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്നത്. തൊണ്ടയിൽ നിന്ന് തന്നെയാണ് 6 വരുന്നത്. ആ 6 കൃത്യമായ ഒരു വിശദീകരണം നാം മനസ്സിലാക്കി. ഇനി നൂൻ സാക്കിനയുടെ രണ്ടാമത്തെ ഒരു ഇനമാണ് തൻവീനും വരുന്ന നിയമത്തിൽ. എന്ന് പറഞ്ഞാൽ സുക്കൂനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം വരുന്ന രണ്ടാമത്തെ ഒരു നിയമം ഇഖ്ലാബാണ്. ഇഖ്ലാബിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ. നേരത്തെ നമ്മൾ 6 അക്ഷരം പഠിച്ചെങ്കിൽ ഇഖ്ലാബ് ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ. ഈ ബാഇനു എന്ന് പറയുന്ന ബ എന്ന അക്ഷരത്തിന് മുന്നിൽ നൂന് സാക്കിനയോ സുക്കൂനായ നൂനോ അല്ലെങ്കിൽ ഫതഹ് തൻവീനോ കസ്ർ തൻവീനോ ദമ്മു തൻവീനോ വന്നാൽ ശേഷം അടുത്ത അക്ഷരത്തിലായിക്കൊണ്ട് ഇപ്രകാരം ബാ വരികയാണെങ്കിൽ, നമ്മൾ കൂടെ ബാ വരികയാണെങ്കിൽ, അടുത്ത അക്ഷരമല്ല ആ ഒരു ബാ വരികയാണെങ്കിൽ അവിടെ ഇഖ്ലാബ് എന്ന നിയമത്തിലേക്ക് അത് മാറുന്നതാണ്. ഒരു ഉദാഹരണം ഖുർആനിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നൂന് സാക്കിനക്ക് ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ആയത്തുകൾ നമ്മൾ ഓതുന്നുണ്ട്. ആയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോഴത്തെ റസ്മുസ്മാനി ഖുർആനിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ, ഇപ്പം ഞാൻ ഉദാഹരണം ഒരു ആയത്ത് തന്നെയാണ്, ദാലിക മിൻ ഇങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. നൂന് സാക്കിന ഇവിടെ വന്നിട്ടുണ്ട്, സുക്കൂനായ നൂന് ഇവിടെ വന്നിട്ടുണ്ട്, ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റസ്മുസ്മാനി ഖുർആനിലൊക്കെ നമുക്ക് ഒരു മീം, ചെറിയൊരു മീമിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ മീമ് വളരെ ചെറുതായിട്ട്, അതിന് രൂപം എന്ന് പറഞ്ഞാൽ താഴോട്ടായിരിക്കട്ടോ, സൈഡിലോട്ട് പോകുന്നത് വഖഫിന്റെ മീമാണ്. ഇങ്ങനെ പോകുന്നതാണ് ഇഖ്ലാബിന്റെ മീമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. കാരണം ഈ സൈഡിലേക്ക് പോകുന്നത് വഖഫിന് വേണ്ടി നിർത്തപ്പെടുന്ന മീമും അപ്രകാരം തന്നെയാണ് എഴുതിയിട്ടുണ്ടാകുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മീമിന് തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത്. അവിടെ ഇഖ്ലാബായിട്ട് വിചാരിക്കരുത്. മീമിന്റെ രൂപം വ്യത്യാസമുണ്ട്. മീം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഇപ്രകാരം ഒരു ചെറിയൊരു മീമ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ എന്താണ് പറയുന്നത്? ഇഖ്ലാബ്, ഈ നൂനിനെ മറ്റൊരു അക്ഷരമാക്കിയിട്ട് മാറ്റുക എന്നുള്ളത്. കാരണം ബാഇന്റെ മുന്നിലാണ് നൂന് സാക്കിന വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓതേണ്ടത് എന്നാണ്. പക്ഷെ നമ്മൾ ഓതേണ്ടത് ഇവിടെ ദുആ മുത്തസ്സിലാണ്. അപ്പോൾ നമ്മൾ നീട്ടേണ്ട രീതിയുണ്ട്, ഇൻഷാ അല്ലാഹ് പഠിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നീട്ടുമ്പോൾ ശ്രദ്ധിക്കണം. നൂന് സാക്കിനയെ മീമാക്കി മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇഖ്ലാബിന്റെ ഒരു നിയമമായി മണിക്കുന്നത്. ഇനി നമ്മൾ തൻവീനിന്റെ ഒരു ഉദാഹരണം വരികയാണെങ്കിൽ, തൻവീൻ അലീമുൻ എന്നുള്ളതിന് അലീമുൻ ഇങ്ങനെയാണ്. പക്ഷേ നമ്മളവിടെ അടുത്ത അക്ഷരം ഫതഹ് വേണം. ബിദാത്തി സുദൂർ എന്നുള്ളത് വയ്ക്കും. സുദൂർ ഈ ആയത്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ അലീമുൻ എന്നുള്ളതാണ് ഇവിടെ. പക്ഷെ അവിടെ അലീമുൻ എന്നുള്ളത് മീമ് തൻവീൻ, അവിടെ തൻവീനാണ് വന്നിട്ടുള്ളത്.
ഈ മീമിൽ തൻവീനും ശേഷം ബാവും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഖുർആനിലൊക്കെ കാണാൻ കഴിയുന്ന രീതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു മീമ് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു മീം ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ തൻവീനിനെ മീമാക്കി മാറ്റി ഉച്ചരിക്കണം എന്നുള്ളതാണ് ആ പറഞ്ഞു വരുന്നത്. അപ്പോ അലീമും ബിദാത്തിസ് സുദൂർ പോണ് അലീമും ബിദാത്തിസ് സുദൂർ. അപ്പൊ അലീമും എന്ന് പറഞ്ഞുകൊണ്ട് അലീമുൻ എന്ന് പറയാതെ അലീമും ബിദ അങ്ങനെ വായിക്കണം എന്നുള്ളതാണ് ഇഖ്ലാബിന്റെ നിയമമായി നാം മനസ്സിലാക്കേണ്ടത്. ഇഖ്ലാബിന്റെ നിയമത്തിൽ ഇത് മാത്രമാണ് ഉള്ളത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇഖ്ലാബിന്റെ നിയമമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അത് എപ്പോഴാണ് വരുന്നത്? ബായിന് മുന്നിൽ ഫതഹ് തൻവീനോ കസ്റ തൻവീനോ ലമ്മു തൻവീനോ അത് ഏത് അക്ഷരത്തിലും ആകട്ടെ നൂന് സാക്കിനയും വന്നാൽ അവിടെ ഇഖ്ലാബ് എന്ന നിയമമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു നിയമമാണ്, ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു നിയമമാണ് ഇദ്ഗാം ബിഗുന്ന. അടുത്തൊരു നിയമമാണ് ഇദ്ഗാം ബിഗുന്ന. എന്താണ് ഇദ്ഗാം, എന്താണ് ഗുന്ന? അത് നമ്മൾ മനസ്സിലാക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കലാണ്. ഗുന്ന എന്ന് പറഞ്ഞാൽ രാഗം കൊടുക്കുക എന്നതാണ്. മണിക്കലോട് കൂടി രാഗം കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് മണിക്കലോട് കൂടി ലയിപ്പിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഈ അക്ഷരങ്ങൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. എൻ മു എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ടത്. എൻ മു അല്ലെങ്കിൽ നൗമി എന്ത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. നൗമി ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. നൗമി ആണോ? നൗമി എന്ന് പറയുന്ന ഈ വാചകത്തെ നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് ഒരു വാചകം സൂചകമായി പഠിക്കേണ്ടത്. ഇതിന്റെ അക്ഷരങ്ങൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം. നൂന്, പിന്നെ വാവ്, അതിൽ മീമ്, പിന്നെ യാ. ഉണ്ടോ? ഇത്രയും അക്ഷരങ്ങളെയാണ് നൗമി എന്ന രീതിയിൽ നമ്മൾ വായിക്കേണ്ടത്. നൗമി എന്ന രീതിയിൽ, അല്ലെങ്കിൽ യൗമി, യൗമിൻ എന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്യുക. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ നാക്കിസായി വായിക്കപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ലൈറ്റായ രീതിയിൽ, എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയ രീതിയിൽ വായിക്കപ്പെടേണ്ട അക്ഷരങ്ങളുണ്ട്. അതൊന്ന് ഈ വാവും അതേപോലെ തന്നെ ഈ യാവുമാണ്. ഏത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ഇൻകംപ്ലീറ്റ്, എന്താണ് കംപ്ലീറ്റ് ആയിട്ട്. നൂനിനെയും മീമിനെയും കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നു, എന്നാൽ വാവിനെയും യാവിനെയും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് പാരായണം ചെയ്യുന്നത്. കാരണം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലൊക്കെയും നമ്മൾ ഈ നൗമി എന്ന് പറയുന്ന ഇദ്ഗാം ബിഗുന്നയുടെ ഒരുപാട് നിയമങ്ങൾ കാണാം. ഈ അക്ഷരങ്ങൾക്ക് മുന്നിൽ, ഈ 4 അക്ഷരങ്ങൾക്ക് മുന്നിൽ അഹ്കാമുൻ നൂന് സാക്കിന, സാക്കിനയുടെ നൂനോ അതേപോലെ തന്നെ തൻവീനോ വന്നു കഴിഞ്ഞാൽ തൻവീനിന്റെയും അത് വന്ന് ആ ഒരു തൻവീനിന്റെ ഏത് തൻവീനാകട്ടെ, അപ്പൊ നൂന് സാക്കിനയോ തൻവീനോ വന്നു കഴിഞ്ഞാൽ അവിടെ നിയമം എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന. ഈ 4 അക്ഷരങ്ങൾക്ക് മുന്നിലാണെങ്കിൽ ഇദ്ഗാം ബിഗുന്ന എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം നോക്കി, ഒരു ഉദാഹരണം നൂന് സാക്കിനക്ക് മീമിന്റെ ഒരു ഉദാഹരണം. ഇവിടെ നമ്മൾ നോക്കിക്കോ, ഇവിടെ നൂന് സാക്കിനയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നൂന് സാക്കിന എന്ന അക്ഷരത്തിന് വന്നതിന് ശേഷം ഈ അക്ഷരത്തിന് മുന്നിൽ നൂന് സാക്കിന് മുന്നിൽ നൂന് വരികയാണ്. അത് ശബ്ദമുള്ള നൂനാണ്. ഹർക്കത്തുണ്ട്. ആ ശബ്ദമായി വരുന്ന കാരണം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇൻകംപ്ലീറ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഒരു മീമിനൊരു ഉദാഹരണം കൂടി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാൻ മനസ്സിലാവും. ആണോ? ഇവിടെയും നൂന് സാക്കിന വന്നു, പിന്നെ മീമും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം, നമ്മൾ നാക്കിസായ ഈ വാവിന്റെ ഒരു ഉദാഹരണം കൊടുക്കാം. ആ വാവിന്റെ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു. അവിടെ ഒരു ഉദാഹരണം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ സാധിക്കും. ഞാനിത് പാർട്ടീഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണാൻ സാധിക്കും മിം വലിയൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നൂന് സാക്കിന വന്നിട്ടുണ്ട്, വാവും വന്നിട്ടുണ്ട്. ഇനി അടുത്ത അക്ഷരമായ യാന് ഒരു ഉദാഹരണം.
ഇവിടെ നൂന് സാക്കിന വന്നിട്ടുണ്ട്, യാവും വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നിങ്ങൾ നോക്കിക്കോ, നൂനിന് ശേഷം വന്ന നൂന് അതിന് ഷദ്ദ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നൂനിന് ശേഷം വാവ് വന്നപ്പോൾ ഷദ്ദില്ല. ഇവിടെ നോക്കി, നൂന് സാക്കിനയ്ക്ക് ശേഷം മീമ് വന്നിട്ടുണ്ട്, അതിന് ഷദ്ദ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ യാന് ഷദ്ദ് കൊടുത്തിട്ടില്ല. അതാണ് ഇൻകംപ്ലീറ്റ് എന്ന രീതിയിൽ അത് പാരായണം ചെയ്യപ്പെടാൻ കാരണം. ഇത് നാക്കിസാണ്, ഇത് കാമിലാണ്, ഇത് നാക്കിസാണ്. നാക്കിസ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് എന്ന് പറയും. അപ്പൊ ഇൻകംപ്ലീറ്റ് ആയ രീതിയിൽ ഇത് പാരായണം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇൻകംപ്ലീറ്റ് ആണ്, ഇത് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പാരായണം ചെയ്യും. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ് ആണെന്നും ഇത് കംപ്ലീറ്റ് ആണെന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ നോന് സാക്കിനെയും അത് ഖൈഷൂവിൻ്റെ അക്ഷരം കൂടിയാണ്, അതിന് ഓൾറെഡി ഷെദ് ഉണ്ടാവും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് ലൈറ്റ് ഒരു കംപ്ലീറ്റ് ആയിട്ട് തന്നെ അത് പാരായണം ചെയ്യണം. അപ്പോൾ പാരായണം ചെയ്യേണ്ടത് കേട്ടോ. നേരെ അമ്മൈ എന്നാണ്, അൻ മൻ എന്നാണ്. പക്ഷെ ഇവിടെ നോക്കി മിൻ നിഅ്മാനാണ്, മിന്നി മിന്നി, നേരെ മിന്നി എന്ന രീതിയിലേക്ക് നമ്മൾ പാരായണം ചെയ്യും. പക്ഷെ ഇവിടെ നോക്കി അവിടെ വാവിന് ഷദ്ദ് കൊടുക്കാൻ പറ്റൂല. കാരണം അത് ഇൻകംപ്ലീറ്റ് ആയ രീതിയിലാണ് യാ വാവ് എന്നുള്ളത്. നമുക്കറിയാം ആ വാവ് എന്നുള്ളത് ഹറുഫുലീനിൽപ്പെട്ട രണ്ടക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. വാവും യാ ലൈറ്റ് ആയിട്ട് പാരായണം ചെയ്യേണ്ടതാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അത് ഇൻകംപ്ലീറ്റ് ആകാനുള്ള കാരണം. അതൊരിക്കലും ഹാർഡായ രീതിയിലേക്ക് പാരായണം ചെയ്യപ്പെടുന്നത് വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അത് ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെയും അത് ഇൻകംപ്ലീറ്റ് ആയ രീതിയിലാണ് പാരായണം ചെയ്യുന്നത്. ഇദ്ഗാം ബിഗുന്നയുടെ നിയമത്തിൽ രണ്ടെണ്ണം ഉണ്ട്, അത് ക്യാമിലുണ്ട്, അതുപോലെ തന്നെ നാക്കിസ് ഉണ്ട്. ക്യാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായതും നാക്കിസ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതിൽ 4 അക്ഷരങ്ങളാണുള്ളത്. നൂന് വാവ് മീം യാ നൗ മീ എന്ന രീതിയിൽ നമ്മൾ ആ സൂചകം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം എവിടെ കണ്ടാലും അതിന് മുന്നിൽ നൂന് സാക്കിനയുണ്ടോ, അതിന് മുന്നിൽ തൻവീനുണ്ടോ എങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന എന്ന് ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതിനാണ് ഇദ്ഗാം ചെയ്യേണ്ടത്? ഈ നൂന് സാക്കിനയെ ഈ ഹർക്കത്തുള്ള നൂനിലേക്കും, ഈ നൂന് സാക്കിനെ മീമിനുള്ള മീമിലേക്കും, ഈ നൂന് സാക്കിനയെ വാവിലേക്കും, ഈ നൂന് സാക്കിനയെ യായിലേക്കും, അത് തൻവീനാണെങ്കിൽ ഏത് അക്ഷരമാണോ അതിലേക്കും നിങ്ങൾ ചേർത്തിയിട്ട് എന്താക്കണം? അതിനെ അണിക്കണം എന്നുള്ളതാണ് ഇദ്ഗാം ബിഗുന്ന, രാഗം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇഖ്ഫാ ചെയ്യുമ്പോൾ എവിടെയാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്? ഈ അക്ഷരത്തിനാണ്. അതിന് മുന്നിൽ ഏത് അക്ഷരമാണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പഠിക്കും, അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇദ്ഗാം ബി ചെയ്യുമ്പോൾ ഈ അക്ഷരത്തിലേക്ക് ചേർത്തിയിട്ട് വേണം നിങ്ങൾ പാരായണം. അപ്പോൾ എന്നുള്ളത്, പിന്നെ നേരെ പിന്നെ നമുക്കറിയാം സെന്റർ നാവിന്റെ ലിസാനിൽപ്പെട്ട അക്ഷരമാണ്, സെന്ററിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ തൻവീനോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും എന്നാണ്. തുൻ എന്നുള്ളതിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കുന്നു? പിന്നെ അടുത്ത് ഒരായത്ത്, മറ്റൊരായത്ത് നമുക്ക് മീമിനെ കാണാം അവിടെ അങ്ങനെയാണ്. ഇനി നേരെ തൻവീന് ചേർക്കാതെ നിങ്ങളുടെ യായിലേക്ക് ചാടുകയാണ് നമ്മൾ. അതാണ് ഇദ്ഗാം ബിഗുന്ന. അത് നമ്മൾ ചേർത്തിക്കൊണ്ട് പാരായണം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇദ്ഗാം ബിഗുന്നയുടെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കിനി അടുത്തത് മനസ്സിലാക്കേണ്ടത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്. ഇദ്ഗാം ബിലാ ഗുന്ന വളരെ ചെറിയ അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇദ്ഗാം ബിഗുന്നയിൽ 4 ഉണ്ട് എങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്നയിൽ നമുക്കുള്ളത് 2 അക്ഷരങ്ങളാണ്, ലാം
റോ റോ ലാം ഇങ്ങനെ 2 അക്ഷരങ്ങൾ മാത്രമാണ് നമുക്ക് ഇദ്ഗാം ബിലാ ഗുന്നയിലുള്ളൂ. ആ ഇദ്ഗാം ബിലാ ഗുന്നയാണ് നമുക്ക് ഇനി വിശദീകരിക്കാനുള്ളത്. ഇനി ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ 2ആണ്. ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ 2ആണ്. ഈ 2 അക്ഷരങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നത് 4 എണ്ണമാണ്, ഇദ്ഗാം ബിലാ ഗുന്ന 2 എണ്ണമാണ്. അത് രണ്ടും ഗുന്നയുടെ അക്ഷരങ്ങളാക്കിയിട്ട് നമുക്ക് എന്താക്കാം 6 അക്ഷരങ്ങൾ എന്ന രീതിയിൽ പഠിക്കാം എന്നുള്ളതാണ്. അത് പഠിച്ച് ഈ 6 അക്ഷരങ്ങളെ മനസ്സിലാക്കാൻ ഒരു സൂചക നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. യർമലൂൻ. എന്താണ് യർമലൂൻ? അപ്പോൾ യാ വന്നു, റാ വന്നു, മീം വന്നു, ലാം വന്നു, വാവ് വന്നു, നൂൻ വന്നു. യർമലൂൻ. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ അത് 4 എണ്ണമാണ്. നൗമി എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. മൊത്തത്തിൽ ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 എണ്ണമാണ്. അതിന് പഠിക്കാൻ പറ്റുന്ന ഒരു സൂചകം യർമലൂൻ. എന്താണ് യർമലൂൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന. എന്താണ് ഇദ്ഗാം ബിലാ ഗുന്നയുടെ നിയമങ്ങളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ഗാം ബിലാ ഗുന്നയുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലാമിന്റെ മുന്നിലും അതേപോലെ തന്നെ റാഇന്റെ മുന്നിലും നൂൻ സാക്കിന വന്നു കഴിഞ്ഞാൽ അതിനെ ലയിപ്പിക്കുക എന്നല്ലാതെ അതിനെ ഉന്നത്ത് ചെയ്യാൻ പാടില്ല, രാഗം കൊടുക്കാൻ പാടില്ല, മണിക്കൽ ചെയ്യാൻ പാടില്ല. മണിക്കാതെ ഷദ്ദ കൊടുക്കുക എന്നതാണ് അതിന് നിയമം. ഉണ്ടോ? ഇപ്പൊ ലാമിന് ഉദാഹരണം കാരണം ഇവിടെ നൂന് സാക്കിന വന്നു. ഇപ്പോ ഇവിടെ നൂന് സാക്കിന വരികയാണ്, ഇവിടെ നൂന് സാക്കിന ലാമു വന്നു. അപ്പൊ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ യഅലമൂൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ കില്ല എന്ന രീതിയിൽ പാരായണം ചെയ്യണം. കേട്ടോ? നേരെ ഷദ്ദ് കൊടുത്തിട്ട് പാരായണം ചെയ്യണം. വലാകില്ല യഅലമൂൻ. ഇനി റാഇനൊരു ഉദാഹരണം എന്ന് ഞാൻ വായിച്ചു. ഇനി അടുത്ത അക്ഷരം എന്താണ്? റഹീം. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? റഊഫുൻ എന്ന രീതിയിൽ പാരായണം ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ തൻവീന് വന്നതിന് ശേഷം റാ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒരിക്കലും റഊഫുൻ എന്ന രീതിയിൽ പാരായണം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. നുസാക്കിലേക്ക് ഉദാഹരണം എന്താ? റാഇന്റെ മുന്നിൽ മിർ റബ്ബിഹിം. ആണോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മിർ റബ്ബിഹിം. ആണോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മിർ റബ്ബിഹിം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നൂന് സാക്കിന വന്നു, ശേഷം റാ വരികയാണ്. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്നത് മിർ റബ്ബിഹിം. മീൻ എന്നാണ്, പക്ഷെ നമ്മൾ അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. എന്താണ്, എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? മീം കഴിഞ്ഞാൽ മിർ റായിലേക്ക് നൂന് സാക്കിനെ ചേർക്കണം. എന്നാൽ ഇദ്ഗാം പാടില്ല, ഗുന്ന പാടില്ല. ശ്രദ്ധിക്കുക, ഗുന്ന പാടില്ല. അപ്പോൾ ശബ്ദത്തോടുകൂടി എന്ത് ചെയ്യണം? ലയിപ്പിക്കുക എന്നത് മാത്രമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ സിമ്പിളായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ ഇദ്ഗാം ബിഗുന്നയും ഇദ്ഗാം ബിലാ ഗുന്നയും. നോർമലി എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇദ്ഗാമിൽ വേറൊരു നിയമങ്ങൾ കൂടിയുണ്ട്. ഇദ്ഗാം മുതഖാരിബ്, ഇദ്ഗാം മുതജാനിസ്, ഇദ്ഗാം മുതമാസിലൈൻ. ഇങ്ങനെ 3 നിയമം കൂടി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഏതാണെന്നും കൂടി അടുത്ത ക്ലാസ്സിൽ വ്യക്തമായി നിങ്ങൾക്ക് എന്ത് ചെയ്യും? വിശദീകരിച്ചു തരും. പഠിപ്പിച്ച് മാത്രമേ നിങ്ങൾക്ക് ഖിറാഅത്ത് നിങ്ങൾ നന്നാക്കാൻ പഠിക്കാനും തയ്യാറാകണം. പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഖിറാഅത്തിലേക്ക് നിങ്ങൾ അറിയാത്തതും നിങ്ങൾ അറിഞ്ഞതുമായ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഖുർആൻ വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറു ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.